റീനുവിൻ്റെ കമ്പനി ഗോഡ് സ്പീഡ് ബിലീവ്സ് ഇൻ എത്തിക്കൽ സെയിൽസ്. അപ്പോൾ ഈ എത്തിക്കൽ സെയിൽ എന്നുള്ള ഏരിയയിൽ വരുന്ന ഡിലെമാസ് എന്താണ്? എവിടെയാണ് ആ എത്തിക്കൽ സെയിൽ നടത്താനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവുക? ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ എത്തിക്കൽ സെയിൽ? ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ 6 മാസത്തിൽ എടുത്തു തരണം. അതിനൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ താങ്കളുടെ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിലപ്പോൾ 2 വർഷത്തിലായിരിക്കും ഗ്രാൻഡ് വരുന്നത്. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിത് പറയും ക്ലയൻറ്റിനോട്. 2 വർഷത്തിൽ കിട്ടാം, 6 മന്ത്സിൽ കിട്ടാം, 12 മന്ത്സിൽ കിട്ടാം, 18 മന്ത്സിൽ കിട്ടാം. പക്ഷേ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾ അവരോട് കള്ളം പറയുന്നതായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ബട്ട് ഇതാണ് സത്യം. വേറെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ? പിന്നെ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കോഴ്സസ് സെലക്ട് ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് ജോബ് ചാൻസ് ഉള്ള കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി അതല്ലാതെ ആ പാരാമീറ്ററിൽ അല്ലാണ്ട് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ റോങ് കോഴ്സസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം. പെർമനൻറ്റ് റെസിഡൻസി ചാൻസ് ഇല്ലാത്തൊരു കോഴ്സായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ ആ എത്തിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് മൈഗ്രേഷൻ ആണെങ്കിലും സ്റ്റഡി അബ്രോഡ് ആണെങ്കിലും നമ്മൾ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മനസ്സിലാക്കി, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ നോക്കുന്നത് അതാണ്. 100% എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നോ ആണെങ്കിൽ യെസ്, എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ 2 ഇയേഴ്സ്, ചിലപ്പോൾ 3 ഇയേഴ്സ് PR കിട്ടാൻ. സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ നമുക്ക് അടുത്ത ഇൻടേക്ക് തന്നെ അറ്റ് ദി ഏർലിയസ്റ്റ് കയറി പോകാം. ഈ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എലിജിബിലിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? മൈഗ്രേഷൻ്റെ എലിജിബിലിറ്റിയിൽ ഏജ്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, എക്സ്പീരിയൻസ്. മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ ലാംഗ്വേജ് കൺസിഡർ ചെയ്യാം, സ്പൗസിൻ്റെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് എലിജിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ആകുമ്പോൾ മാറുവാണ് അവരുടെ പെർസെൻറ്റേജ്, പഠിച്ച കോഴ്സ്, അവിടെ പോയിട്ട് അവർക്ക് എടുക്കേണ്ട കോഴ്സസ്, യൂണിവേഴ്സിറ്റി, കോളേജസ്, അതിൻ്റെ ചാൻസസ്, ലൈക്ക് അവിടെ PR കിട്ടാനുള്ള ചാൻസസ്, ജോബ് കിട്ടാനുള്ള ചാൻസസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് നോക്കണമല്ലോ എന്തായാലും ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ. പക്ഷെ അതിനേക്കാളും വലിയത് ഇപ്പം നേരത്തെ രേണു എന്നോട് പറഞ്ഞ പോലെ സ്വയമേ ഒരു വിഷനോ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിനനുസരിച്ച് വേണം മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. ഇതൊന്നും ഇല്ലാതെയാണ് പലപ്പോഴും ആൾക്കാർ എത്തുക. എന്ത് ചെയ്യണം, ഞാൻ എവിടെ എത്തണം എന്നുള്ളൊരു ധാരണയില്ലാതെയാണ് പലപ്പോഴും വരിക. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? യെസ്, എക്സാക്ട്ലി. ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഞാനൊരു ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്തു. അദ്ദേഹത്തിന് 41 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ 1-on-1 എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് എത്ര ദിവസത്തിനകം അല്ലെങ്കിൽ എത്ര ഡേയ്സിനകം പെർമനൻറ്റ് റെസിഡൻസി കിട്ടും? ഞാൻ പറഞ്ഞു താങ്കളുടെ ഏജ് 41. അപ്പോൾ ഈ 41 വയസ്സുള്ള താങ്കൾക്ക് 6 മാസത്തിൽ ഞാൻ PR കിട്ടും എന്ന് പറഞ്ഞാൽ അത് റോങ് ഇൻഫർമേഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് താങ്കൾ പ്രോസസ്സ് ചെയ്താലും ഇത്രയും, അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള താങ്കൾക്കൊരു റിസർച്ച് നടത്തിക്കൂടെ? താങ്കൾക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നോക്കിക്കൂടെ? ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിയല്ല, വേറെ ആരെങ്കിലും താങ്കളെ പറ്റിക്കാമല്ലോ. അപ്പോൾ അവർ 6 മാസം എന്ന് പറഞ്ഞാൽ താങ്കൾ പൈസ കൊടുക്കുമോ? ഡോണ്ട് ഡു ദാറ്റ്. ഡു യുവർ ഓൺ റിസർച്ച്. Try to understand the scenario because എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം 41 ഇയേഴ്സ് ഉള്ള ആൾക്ക് 6 മാസത്തിൽ ഓസ്ട്രേലിയൻ PR കിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, എനിക്കറിയാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പോലും ഞാൻ ചെയ്യൂന്ന് പറയുമ്പോൾ ചെയ്യുന്നതല്ലല്ലോ. ഹി ഷുഡ് ഡു റൈറ്റ്, ഹി ഷുഡ് ഡു എ റിസർച്ച്. ഓക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു, താങ്കളുടെ റിസർച്ച് നടത്തൂ. താങ്കൾക്ക് ചിലപ്പോൾ 12 മാസത്തിൽ കിട്ടാൽ. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ച ചോദ്യം, എത്ര വർഷം വരെ എടുത്തിട്ടുണ്ട് മാക്സിമം? ഞാൻ 4 വർഷം വരെ എടുത്ത ക്ലയൻറ്റും ഉണ്ട്, 3 വർഷത്തിൽ കിട്ടിയവരുണ്ട്, 2 വർഷത്തിൽ കിട്ടിയവരുണ്ട്, ഈവൻ 12 മാസത്തിൽ കിട്ടിയ ക്ലയൻസും ഉണ്ട്. പക്ഷേ താങ്കളുടെ എലിജിബിലിറ്റി താങ്കൾ അറിഞ്ഞിരിക്കണം. എനിക്ക് മനസ്സിലായിടത്തോളം ഒരു മൈഗ്രേഷൻ കമ്പനി അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് കമ്പനി കുട്ടികളെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി അവർ പോകുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ചെറിയ റിസർച്ച് നടത്തുന്നില്ല? ഇതിൽ പണത്തിൻ്റെ ഇടപാട് ഒത്തിരി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും പലതരത്തിലുള്ള ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ രേണു യു വെരി പെർട്ടിക്കുലർ അബൌട്ട് എത്തിക്സ്. അപ്പോൾ രേണു തന്നെ പറയൂ, എവിടെയൊക്കെയാണ് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളത് പണത്തിൻ്റെ ഇടപാടുകൾ? യെസ്, ഒരു റീസെൻറ്റ് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 45 ലക്ഷം രൂപയാണ് ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത്. എന്തിന്? കാനഡയ്ക്ക് വർക്ക് പെർമിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ആ ക്ലയൻറ്റിനെ ഇവിടുന്ന് അവർ വേറൊരു കൺട്രി കൊണ്ടുപോയി, ശ്രീലങ്ക പോലൊരു കൺട്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടെ 2-3 മാസം താമസിച്ചു. അപ്പോൾ പൈസ ഒന്നും വേണ്ട, ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പൈസ അവരെടുക്കുന്നില്ല. അപ്പോൾ അവിടെ താമസിക്കുന്നു, ഇൻ്റർവ്യൂസ് സ്കൈപ്പിൽ അറ്റൻഡ് ചെയ്യുന്നു. 3 മാസം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലോട്ട് വിടുന്നു. എന്നിട്ട് പറയുന്നു ഒന്നും ആയിട്ടില്ല, ഒന്നുകൂടി വരാൻ പറയുന്നു. എഗെയിൻ ഈ ക്ലയൻറ്റ് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോകുന്നു, അവിടുന്ന് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് ക്ലയൻറ്റ് തിരിച്ച് ഇന്ത്യയിൽ വരുന്നു. അതിനുശേഷം ക്ലയൻറ്റിന് പാസ്പോർട്ടിൽ കനഡിയൻ സ്റ്റാമ്പിംഗ് നടക്കുന്നു, വർക്ക് പെർമിറ്റിൻ്റെ സ്റ്റാമ്പിംഗ് നടന്നു. 5 പേരുണ്ട് ഇവർ. ഈ വർക്ക് പെർമിറ്റിൻ്റെ സ്റ്റാമ്പിംഗ് നടന്ന ശേഷം ആദ്യം 2 പേര് മുംബൈ എയർപോർട്ട് വഴി കാനഡയ്ക്ക് പോവുകയാണ്. അവിടെ വെച്ച് പിടിച്ചു. ഫ്രോഡ്.
വിസ ഓഫീസർ പിടിച്ചു പിടിച്ചു. അയ്യോ. 3 പേര് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേര് പോകാനിരിക്കുകയാണ്. അതിൽ ഒരാളാണ് എൻ്റെ അടുക്കൽ കണക്ട് ചെയ്ത ആളാണ്. അവർ നെടുമ്പാശ്ശേരി വഴി പോകാനാണ് ഇരിക്കുന്നത്. പൈസ മൊത്തം കൊടുത്തു. ബിക്കോസ് വിസ സ്റ്റാമ്പിങ് കഴിയുമ്പോൾ ഈ 45 lakhs കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് ഈ പിടിച്ച 3 പേരുണ്ടല്ലോ, അവരെ ഇറക്കാനായിട്ട് 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പ്ലസ് 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കൂടി പോകേണ്ടി വന്നു. ബിക്കോസ് ഇത് വിസ തട്ടിപ്പാണ്. അത് വിസ തട്ടിപ്പായിരുന്നു. ഇത്ര എളുപ്പത്തിലാണ് പറ്റിക്കപ്പെടുന്നത് അല്ലേ? ആ വിസ സ്റ്റാമ്പിങ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിച്ചപ്പോഴാണ് എനിക്ക് സ്റ്റാമ്പിങ് അയച്ചു തന്ന്, മാം ഇതൊന്ന് ചെക്ക് ചെയ്യാമോ, ഇത് ഒറിജിനൽ വിസയാണോ ഫേക്ക് വിസയാണോ എന്നൊന്ന് പറയാമോ. ഞാൻ നോക്കിയപ്പോൾ എനിക്കത് ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനത് എൻ്റെ CICC ലോയർക്ക് കാനഡയ്ക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, രേണു ഇത് ഫ്രോഡായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് മെഷീനിൽ തന്നെ പോകേണ്ടി വരും, ഐഡൻറ്റിഫൈ ചെയ്യണം. US നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്ത് വരിക, അല്ലെങ്കിൽ ഇത് കാനഡയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വരണം, ഇവൻ ഇന്ത്യയിൽ നിന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്ന്. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള പരിപാടി. എന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവർ പോയില്ല. അത് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് 45 lakhs ഒരാൾ. ഇതെങ്ങനെയാണ് ഇവർ ആ ട്രാക്കിൽ പെടുന്നതെന്ന് വെച്ചാൽ, ഇവരെന്തെങ്കിലും ഒരു പാർട്ടിയോ ഫംഗ്ഷൻസിലോ ഒക്കെ പോകുമ്പോൾ 2 പേര് അവിടെ നിന്ന് സംസാരിക്കും. കാനഡയ്ക്ക് നിനക്ക് പോയിട്ട് എന്തായി? അപ്പോൾ ഇവർ ചോദിക്കും നിങ്ങൾ കാനഡയ്ക്ക് എങ്ങനെ പോയി? അപ്പോൾ ഈ പർട്ടിക്കുലർ ക്ലയൻറ്റ് ഓൾറെഡി എൻ്റെ അടുക്കൽ വന്ന് ഞാൻ ലാംഗ്വേജ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ലാംഗ്വേജ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിപ്പെട്ടത്. ലാംഗ്വേജ് എഴുതാൻ വയ്യ, ഒറ്റ കാരണം. ആൻഡ് therefore it makes it അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആവുകയാണ് ദാറ്റ് യു ഗോ ടു ദ റൈറ്റ് ഏജൻസി അല്ലെങ്കിൽ റൈറ്റ് കൺസൾട്ടൻസി ടു എമിഗ്രേറ്റ് ഓർ ടു ഇമിഗ്രേറ്റ് ഓർ ടു സ്റ്റഡി.